ഫാത്തിമാമാത കൂട്ടായ്മ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധയമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംക്രമിക്കുവാനും വചനാഭിഷേകത്താൽ ജീവിതം അനുഗ്രഹമായി മാറുവാനും അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങള്, ദുഃഖങ്ങള്, വേദനകള്, കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചുമുള്ള എല്ലാ ആകുലതകളും അമ്മ മാതാവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. ഹല്ലേലൂയ. നമ്മൾ ഈ മണിക്കൂറുകളിൽ ശ്രവിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. എല്ലാവരും ബൈബിൾ എടുത്തോ. ഓക്കെ, ഒരാൾ കുറച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചു പോകരുത്. ഓരോ പാരഗ്രാഫ് വായിച്ച് ഫുൾ സ്റ്റോപ്പിൽ നിർത്തി വേണം വായിക്കാൻ. മറ്റുള്ളവർ കൂടി മനസ്സിലാവണം. വായിച്ചോ. ഓക്കെ, വായിച്ചോ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനുമായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. അത്രയും മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഈ മണിക്കൂറുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവിടുന്ന് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ഈശോയോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം. എൻ്റെ കുടുംബത്തിന്റെ സ്വത്ത്, പിതൃസ്വത്ത്, എൻ്റെ കുടുംബത്തിന്റെ സ്വത്ത്, എനിക്ക് ആ കുടുംബത്തിന്റെ സ്വത്ത് എന്ത് ചെയ്യണം? പങ്കുവയ്ക്കണം. കാരണം ഒരു കുടുംബത്തിൽ 2 പേരാണുള്ളെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സമ്പത്ത്, ഓഹരി രണ്ടായിട്ട് പങ്കുവയ്ക്കണം. ഇവിടെ വചനം പറയുന്നത് എന്താണ്? അവന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നില്ല? സ്വത്ത് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവന് അങ്ങനെ ഒരു മനസ്സില്ല. അപ്പോൾ ഗുരുവിന്റെ അടുത്തേക്ക്, ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവൻ പറയാണ്, ഗുരു, നീ എൻ്റെ സഹോദരനോട് പറയണം, പിതൃസ്വത്ത് ഞാനുമായിട്ട് പങ്കുവയ്ക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഇത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എന്ത് മറുപടിയാണ് പറഞ്ഞത്? 14-ാമത്തെ വചനം, യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനായി ആര് നിയമിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വചനം വായിക്കാന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്ക് അല്ല. വചനം വായിക്കുമ്പോൾ അത് നിർത്തി കറക്റ്റായിട്ട് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ വായിച്ചെന്നുള്ളത്. ഇവിടെ പരിശുദ്ധ വചനം നമ്മളോട് പറയാണ്, ഒരു വ്യക്തി വന്ന് ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വത്ത് ഭാഗിക്കണം. അതിന് എൻ്റെ സഹോദരൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഗുരു, നീ അവനോട് പറഞ്ഞത് എന്ത് ചെയ്യണം? ഭാഗം വെക്കാനായിട്ട് പറയണം. അപ്പോൾ ഈശോ ഉടനെ അവനോട് ചോദിക്കുകയാണ്, ഏ മനുഷ്യ, നിന്റെ കുടുംബവക സ്വത്ത് ഭാഗം വയ്ക്കാൻ എന്നെ ആരാണ് നിയമിച്ചത്? എന്നെ ന്യായാധിപനായിട്ട് നിങ്ങൾക്കിത് തുല്യമായിട്ട് വീതിച്ചു തരാൻ, അല്ലെങ്കിൽ ഇത് ഭാഗം വയ്ക്കാൻ എന്നെ ആരാണ് നിയമിച്ചത്? ആരോടാ ചോദിക്കുന്നത്? മനുഷ്യനോട്. ഞാൻ ചോദിക്കട്ടെ, ഒരാള്
ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് കർത്താവിന്റെ മുന്നില്, ഈശോയുടെ മുന്നിൽ പറയാണ്. കാരണം അവൻ പറഞ്ഞൊരു ന്യായമായ കാര്യമാണ് അല്ലേ? കാരണം എന്താണ് ഇത് ന്യായം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ആ സ്വത്തുക്കള് അവർക്ക് രണ്ടുപേർക്കും തുല്യമായി ഭാഗിച്ചില്ലെങ്കിൽ അവര് നിങ്ങൾ എന്താവും? അവരാവും, പ്രശ്നങ്ങളാവും, വഴക്കാവും, അവര് സഹോദര ബന്ധം എന്ത് ചെയ്യും? അതോടുകൂടി ഇല്ലാതാവും. അപ്പോൾ അവൻ വന്ന് പറയാണ്, കർത്താവിനോട് പറയാണ്. കാരണം എന്താ? ഗുരു പറഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? ഗുരു പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് അവൻ ഗുരുവിനോട് പറയാണ്, ഗുരു നീ എന്റെ സഹോദരനോട് പറയണം. എന്താ പറയേണ്ടത്? എന്താണ്? എന്റെ പിതൃസ്വത്ത് ഭാഗിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മുന്നിൽ എല്ലാ മണിക്കൂറുകളിലും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഇന്നും ദൈവസന്നിധിയിൽ വിശുദ്ധ കുർബാനയിൽ പോലും എത്ര പേര് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ എന്റെ കടബാധ്യതകളൊന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി അങ്ങ് ഇടപെടണമേ. പറയാറില്ലേ? എന്റെ കടബാധ്യതകളൊന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി എന്റെ കർത്താവെ നീ ഒന്ന് ഇടപെടണമേ. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുവാൻ കർത്താവെ നീ ഒന്ന്. ഞാൻ ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടയ്ക്കാതെ തടസ്സമായി നിന്നപ്പോൾ, ആ ലോൺ വലിയ ജപ്തിയിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവേ എന്റെ ജപ്തി നടപടികൾ പൂർണ്ണമായി മാറിപ്പോകുവാൻ അങ്ങൊന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഇടപെടണമേ, ഇടപെടണമേ, ഇടപെടണമേ എന്ന് നീയും ഞാനും എന്റെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോടും നിന്നോടും ചോദിക്കുന്ന ചോദ്യമാണ്, ഹേ മനുഷ്യ, നിന്റെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിന്റെ ന്യായാധിപനായിട്ട് എന്നെ ആരാ നിനക്ക് നിയമിച്ചിരിക്കുന്നത്? നിന്റെ കടബാധ്യതകൾ തീർക്കുവാൻ, നിന്റെ കടബാധ്യതകൾ മുഴുവൻ തീർക്കുവാൻ ആരാണ് എന്നെ നിനക്കൊരു മധ്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നത്? നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നത് ഇതിന്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചനഭാഗം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഹേ മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യനോട് ചോദിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ മറ്റാരുമല്ല, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര കിട്ടിയാലും എന്താവുന്നില്ല, നമുക്കുള്ള ആർത്തി മാറുന്നില്ല. നമ്മൾ നിരന്തരം ദൈവത്തിന്റെ അടുത്ത് കിട്ടുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കൽ പോലും കർത്താവിനോട് നമ്മൾ ചോദിക്കാറില്ല, കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ ആർത്തിയില്ലാത്തൊരു മനുഷ്യനായി എന്നെ ഒന്ന് മാറ്റണമേ. സമ്പത്തിനോടുള്ള ആസക്തിയിൽ നിന്ന് എനിക്കൊന്ന് മാറി ജീവിക്കുവാനുള്ള കൃപ നൽകി നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ല. പകരം നമ്മൾ എന്താ ആവശ്യപ്പെടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ചുറ്റുപാടും എന്നേക്കാൾ മെച്ചമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവേ ആ വ്യക്തിയേക്കാൾ മെച്ചമായ രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു കൃപ നൽകി നീ എന്നെ. ഇന്ന് അനേകങ്ങൾ ധ്യാനകേന്ദ്രത്തിലും പ്രാർത്ഥനാലയങ്ങളിലും ഇടവകയിലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ഈ ലോക ജീവിതത്തിന്റെ സ്വത്തിനു വേണ്ടിയാണ്. എന്ത് ജീവിതമാണ്? ഈ ലോക ജീവിതം. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് 12:15 നമ്മളിപ്പോൾ വായിച്ചതിന്റെ 15-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഹാലലുയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രിയമുള്ളവരെ, എല്ലാത്തിനേക്കാൾ ഉപരി നിന്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് വചനം പറയുമ്പോഴും കർത്താവായ ദൈവത്തെക്കാൾ അധികമായി സമ്പത്തിനെയും ഈ ലോക ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തിലെ ഏറ്റവും വലിയ ചതിക്കുഴിയിൽ വീണതിന് ശേഷം അവിടെ കിടന്നുകൊണ്ട് നീ നിലവിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? കർത്താവേ, എന്റെ കർത്താവേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ എനിക്കും നീ നടക്കുന്നത് പോലെ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ ഒന്ന് നടക്കണം. ഈശോ എന്താ പറഞ്ഞു പത്രോസിനോട്? പത്രോസെ, ധൈര്യമായിട്ട് നീ നടക്കുക. പത്രോസ് നടക്കാൻ തുടങ്ങി വെള്ളത്തിന്റെ മുകളിലൂടെ, കടലിന്റെ മുകളിലൂടെ. ആരാ നടക്കുന്നത്? പത്രോസ്. എന്നാൽ വചനം പറയാണ്, അടുത്ത നിമിഷത്തിൽ പത്രോസ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ദൈവ പരിശുദ്ധ വചനം നമ്മെ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? പത്രോസ് കർത്താവിനോട് ചോദിച്ചപ്പോൾ അവന്റെ അവസ്ഥ എന്തായിരുന്നു? എളിമപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ മേഖലയിൽ നിന്നുകൊണ്ട്, എന്റെ കർത്താവേ, എനിക്ക് ഈ വെള്ളത്തിന് മുകളിലൂടെ ഒന്ന് നടക്കുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് അവൻ പറഞ്ഞു. ഈ ആഗ്രഹത്തിന്റെ മുകളിലൂടെ, ഈ ആഗ്രഹം കർത്താവ് അറിഞ്ഞുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ കടന്നു വാ, നീ നടന്നു വാ, നീ എന്റെ മുന്നിലേക്കെന്ന്. ആഗ്രഹം, അവന്റെ ആഗ്രഹം അവൻ തമ്പുരാന്റെ മുന്നിൽ എന്ത് ചെയ്തു? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ ആഗ്രഹം അവൻ കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കന്യക മറിയം തന്റെ ആഗ്രഹം, ഇതാ കർത്താവേ നിന്റെ ദാസി എന്നുള്ള ആഗ്രഹം എവിടെ സമർപ്പിച്ചു?
ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു. ആ സമയത്ത് സ്വർഗത്തിന്റെ അഭിഷേകം കൊണ്ട് അവൾ നിറയപ്പെടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ നിന്റെ പ്രാർത്ഥനയില് നിന്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ദൈവാനുഗ്രഹമായി മാറാത്തതിന്റെ കാരണം നിന്റെ ആഗ്രഹങ്ങൾ കർത്താവിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല. മറിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ദൈവത്തിൽ നിന്നും നേടിയെടുക്കുവാനുള്ള ചില വഴികളിലൂടെ കർത്താവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് നിന്റെ ദുരാഹാരത്തിന്റെ മേഖലകളിലൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും എന്തായി മാറാൻ പറ്റില്ല, അനുഗ്രഹമായി മാറുവാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ നീ നടന്നു വാ. കർത്താവിന്റെ മുന്നിൽ പറഞ്ഞു. അവൻ നടന്നു വന്നെങ്കിൽ അടുത്ത നിമിഷത്തിൽ അവൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയതിന്റെ കാരണം എന്താണ്? ആദ്യം അവൻ അവനെ തന്നെ പൂർണ്ണമായും ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യകാലങ്ങളിൽ ബ്രദറെ, ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്ന് ഞാൻ ദൈവവിശ്വാസിയായി ദൈവത്തെ അറിഞ്ഞ് കൂടുതൽ തീർച്ചതയോടെ പ്രാർത്ഥിക്കുന്ന കാലങ്ങളിൽ എന്ത് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ ചോദിച്ചാലും ദൈവം എനിക്ക് സാധിച്ചു തരും, എന്ത് ചോദിച്ചാലും. പക്ഷെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നില്ല? എൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നേരത്തെയൊക്കെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാനൊന്ന് ചിന്തിച്ചാൽ മതി, ഇന്ന ഒരു കാര്യം നടക്കണമല്ലോ, അടുത്ത നിമിഷത്തെ എന്ത് ചെയ്യും? ആ കാര്യം നടക്കും. എന്നാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും കുത്തിയിരുന്ന് ചിന്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. എന്തായിരിക്കും കാരണം? അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവൻ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഈ ലോക സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു ജീവിതമല്ല സർവശക്തനായ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നീ എന്ത് വേണം? നിന്റെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തെക്കാൾ കൂടുതൽ സ്വർഗത്തിന്റെ കൃപ നിന്നെ നിറയപ്പെടുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ നീ എന്തായിരിക്കണം? ജാഗരൂകതയോടെ നിൽക്കണം. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തീഷ്ണത കുറവെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നിന്നും ഈ ലോകത്തിൽ കിട്ടുന്നതിനെ ഓടി നടന്ന് സമ്പാദിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുന്നിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ കർത്താവിന്റെ മുന്നിൽ എനിക്ക് എന്ത് വിലയുണ്ട്? എൻ്റെ ദൈവം എങ്ങനെയാണ് എന്നെ നേടിയെടുത്തത്? എനിക്കെന്ത് വിലയാണുള്ളത്? ഞാനിപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വിലയുണ്ട്? എന്ത് വിലയാണ് നമ്മൾ പറയുന്ന? എന്ത് വില പറയാൻ പറ്റും? എന്ത് വിലയുണ്ട്? എനിക്ക് പറയാൻ പറ്റണം, എനിക്കെൻ്റെ കർത്താവിൻ്റെ വിലയുണ്ട്. കാരണം എന്താ? കുരിശിലേക്ക് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും, എനിക്ക് വില നൽകുന്നതിന് വേണ്ടി അവൻ അവന്റെ വില പൂർണ്ണമായും ശൂന്യമാക്കി. ഫിലിപ്പിയർ ഈ ലേഖനത്തിൽ പറയാണ്, അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം അവൻ സ്വീകരിച്ചുവെങ്കിൽ അവനത് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണ്. എനിക്കിന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കുടുംബത്തിന്റെ മേഖലകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ തന്നെ മോചനദ്രവ്യമാക്കിക്കൊണ്ട് അവൻ അവനെ തന്നെ നമ്മൾക്ക് സമർപ്പിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വില എന്താണോ ആ വിലയാണ് എനിക്കുള്ളത്. ചേർന്ന് പറയാമോ? ഉച്ചത്തിൽ പറയാമോ? പ്രിയമുള്ളവരെ, വീണ്ടും വചനം പറയാണ്. ഒരു ഉപമ കർത്താവ് പറഞ്ഞു. 17 മുതലുള്ള വചനം. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ലൂക്കായുടെ സുവിശേഷം 12:17 മുതലാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? അവൻ ഉപമ പറയാണ്. ഒരു മിനിറ്റ്. ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുകയും ചെയ്യും. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇന്ന് നിന്റെ ജീവിതത്തിലെ കുറവുകളിൽ, എൻ്റെ കർത്താവേ, എനിക്ക് നല്ലൊരു ജോലി നൽകണമേ, എൻ്റെ മക്കൾക്ക് നല്ല ജോലി നൽകണമേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കണമേ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഈശോ പറയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല പിന്നെയോ ധന്യമാകുന്നത്. നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുന്നതിന് സമ്പത്ത് വേണം. പക്ഷെ ആ സമ്പത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കരുത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. മറിച്ച് പിന്നെ എന്ത് ജീവിതമാണ് ജീവിക്കേണ്ടത്? അതെ പ്രിയമുള്ളവരെ, നിത്യജീവൻ അത് കർത്താവിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തെക്കാൾ കൂടുതൽ നിങ്ങൾ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കണം. ഈശോയുടെ എല്ലാ ദിവസവും പറയണം, കർത്താവേ, അവിടുത്തെ ഹിതമല്ലാത്തതൊന്നും ഞാൻ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കാൻ പോലും പാടില്ല. ദൈവത്തിന്റെ ഹിതമല്ലാത്തത്, അതാണ് പ്രാർത്ഥന. ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച് മടുത്ത് എൻ്റെ മക്കൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടുന്നില്ല? ജോലി ആവുന്നില്ല. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? ഒരു കാര്യങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല?
പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്താൽ മതി. എങ്ങനെയാ? നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കണം. ഈശോ പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതപിച്ച് നിന്റെ കുരിശും, ഈശോയുടെ കുരിശ് എന്നാന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് എന്താ ചെയ്യുന്ന? ഈശോയുടെ കുരിശെടുത്ത് പൊക്കാനാ പോകുന്നത്. അത് പൊക്കാൻ പറ്റുമോ? ഒരിക്കലും മനുഷ്യന് പൊക്കാൻ പറ്റത്തില്ല. അത് കാരണം എന്താ? ദൈവത്തിന് വേണ്ടി മാത്രം അത്രത്തോളം വലിയ ഭാരമുള്ള കുരിശെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഈശോയ്ക്ക് മുമ്പ് പോലും മരിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ കടന്നു വന്ന പാപത്തിന് പരിഹാരം ഈശോ ചെയ്യുന്നത് വരെ ഉണ്ടായിരുന്ന സകലരുടെയും പാപത്തിന്റെ ഭാരമാണ് ഈശോ ചുമന്ന കുരിശ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോ ചുമന്ന കുരിശിന്റെ ഭാരം അതായിരുന്നു. പക്ഷെ എന്റെയും നിന്റെയും കുരിശിന് അത്ര ഭാരം ഇല്ല. കാരണം എന്താ? ഞാൻ ചുമക്കുന്നത് എന്റെ മാത്രം അവസ്ഥകളാണ്. ഞാൻ വേറെ ആരുടെ, എന്റെ ചുറ്റുപാടോ ദേശത്തോ ഉള്ള ആരെങ്കിലും ഭാരങ്ങളോ ആരുടെയെങ്കിലും സങ്കടങ്ങളോ ഞാൻ എടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെയോ, ഞാൻ എന്റെ കുടുംബത്തിൽ പോലും എന്റെ ഭാര്യയ്ക്ക് ഒരു വേദന വന്നാൽ അവളെ പോലും കാണാതെ കടന്നു പോകുന്ന ഞാനും പറയാണ് ഈ കുരിശ് എത്രത്തോളം ഭീകരമാണെന്ന്. പ്രിയമുള്ളവരെ, വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? കുരിശ് എന്തിന്റെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? രക്ഷയാണ് കുരിശ്. കുരിശ് രക്ഷയായി മാറുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും നീ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ഇതാ ഞാൻ, ദൈവം വിളി കേൾക്കും. നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോൾ ഈശോ വിളി കേൾക്കും. കർത്താവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഞാൻ എന്ന് ഈശോ മറുപടി പറയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത് എല്ലാം ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ കുരിശിനെ ഇട്ടിട്ട് ഓടുക ചെയ്യുന്നത്. കുരിശിനെ ഇട്ടിട്ട് ഭാര്യയ്ക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഇത് കാണാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥകൾ. എത്രയോ ഭർത്താക്കന്മാർ, എല്ലാവരും അങ്ങനെയല്ല, കുറെ പേരുണ്ട് ദൈവത്തിന്റെ മുന്നിൽ കുരിശ് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവര്. എന്നാൽ അനേകങ്ങൾ എങ്ങനെയാ? ഇതിനോടൊന്നും താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു മേഖല എങ്ങനെയാണ്? ഒരിക്കലൊരു ധ്യാന കേന്ദ്രത്തിലൊരു ഭാര്യയും ഭർത്താവും കൂടി ധ്യാനം കൂടി അവരെ കൗൺസിലിങ്ങിന്റെ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ ആ ഭർത്താവിനെയും ഭാര്യയും മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ, ആദ്യം ഭാര്യയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ ഭാര്യ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രദറെ, ആദ്യകാലങ്ങളിൽ അച്ചാച്ചൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 വർഷത്തോളമായി ഞങ്ങൾ തങ്ങളിൽ മിണ്ടുമെന്നല്ലാതെ യാതൊരുവിധ സ്നേഹവും ഇല്ല. ഒരു കാര്യങ്ങളിലൂടെ എന്നെ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാറില്ല. ഞാൻ ഇത്രത്തോളം എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ആ സഹോദരിയുമായി കുറേ നേരം സംസാരിച്ച് അവളോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം ഇതെല്ലാം മാറ്റും. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ സഹോദരനെ വിളിച്ചു. അവനോട് ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്: ബ്രദറെ, വലിയൊരു പൈസയും സ്വർണമൊക്കെ സ്ത്രീധനമായി വാങ്ങിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആദ്യ കുറേ കാലം ഞങ്ങൾ വളരെ മെച്ചമായ രീതിയിലൊക്കെ ജീവിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഭാര്യയ്ക്ക് ഇങ്ങനെ യൂട്രസിൽ 2 പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് യൂട്രസിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെ കൊണ്ടുചെന്ന് യൂട്രസിന് റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിലേക്ക് യൂട്രസിനൊക്കെ എടുത്തു കളഞ്ഞു. അതുപോലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തൊക്കെ അങ്ങോട്ട് ഒരുമാതിരി ഒക്കെ നശിപ്പിച്ചു. ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക മേഖലകളൊന്നുമില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആലോചിച്ചു. ഇനി ഇവക്ക് ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊന്നും, ഞാനും എൻ്റെ ജീവിതം ഇവളെ നോക്കി മൊത്തം തീർക്കണോ? അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇവളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്കങ്ങ് ഭയങ്കര വെറുപ്പാണ് ഇവളെ. കാരണം ദൈവം തന്ന അനുഗ്രഹം നല്ല രീതിയിലായിരുന്നു. പക്ഷെ എങ്ങനെ ഈ അവസ്ഥ കടന്നു വന്നു? നല്ലൊരു ജീവിതം നയിക്കേണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യാണ്? ദേഷ്യപ്പെടുകയാണ്. എനിക്കെല്ലാം ദേഷ്യമാണ്. അവളൊരു ചായ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പം ചായ നല്ലതാണെങ്കിൽ പോലും ഞാൻ പറയും ചായക്ക് മധുരമില്ലെന്ന് പറഞ്ഞ് എടുത്തൊരു ഒറ്റ ഏറാണ്. ഭക്ഷണം അതേപോലെ വിളമ്പി വെക്കുമ്പോൾ എരിയില്ല, ഉപ്പില്ല, മുളവില്ല, ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കുകയാണ്, കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് പല ഭവനങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ? ആദ്യകാലങ്ങളിൽ നീ സ്വീകരിച്ച ഒരു മേഖല നീ സ്വീകരിച്ചില്ല. എങ്ങനെയാ? ഈ സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കിട്ടി. അന്ന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഭാര്യയുമായി പുറത്തൊക്കെ ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്ന് ഇഷ്ടം പോലെ ഫുഡും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നിനക്കന്ന് എന്തില്ല? ഒന്നിനെ കുറിച്ചും ആകുലതകളും മറ്റവസ്ഥകളൊന്നുമില്ല. കാരണം എന്താ? സമ്പത്തുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരവസ്ഥ ദൈവം അനുവദിച്ചു അവരുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാ? ഇതെല്ലാം കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? എന്നോട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ദൈവം എല്ലാം അവർക്ക് കൊടുത്തപ്പോൾ അവര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു.
എന്നാൽ ദൈവത്തിൽ നിന്നുള്ള കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദൈവം ഇവരുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇവരിൽ തന്നെ കുറ്റങ്ങളും കുറവുകളും കടന്നു വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതങ്ങളിൽ, പ്രിയമുള്ളവരെ, ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, ദൈവമായ കർത്താവ് ജോബിനെ എന്ത് ചെയ്ത് പിശാചിന്റെ മുന്നിലേക്ക് കൊടുത്തു. എന്തിനാ? അവനെ ഒന്ന് പരിശോധിക്കാൻ. കാരണം എന്താ? ജോബിനുണ്ടായിരുന്ന പോലുള്ള സമ്പത്തോ അതുപോലുള്ള ഭൂസ്വത്തുക്കളോ ആ ദേശത്ത് ആർക്കും. അതുപോലെ തന്നെ ജോബ് ദൈവത്തിന്റെ മുന്നിൽ അത്രത്തോളം വിശ്വസ്തനമായിരുന്നു. ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തിന് പ്രീതിപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കുന്നവൻ, പാപം ചെയ്യാതെ, പാപാവസ്ഥയിൽ ഒന്നും കടന്നു പോകാതെ. പ്രിയമുള്ളവരെ, പിശാചിനോട് ദൈവം ചോദിച്ചു, സാത്താനെ, നീ ഭൂമിയിലൊക്കെ പോയി ചുറ്റിക്കറങ്ങി വന്നിട്ട് എന്തുണ്ട് അവിടെ വിശേഷം? എന്റെ ദാസനായ ജോബിനെ പോലെ ഇത്രയും വിശ്വസ്തനായ ഒരു വ്യക്തി വേറെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിശാച് എന്താ പറഞ്ഞത്? പിശാച് പറയാണ്, കർത്താവേ, ഈ സമ്പത്തും ഈ സൗഭാഗ്യങ്ങളും സകലം നീ അവന് കൊടുത്തുകൊണ്ട് അവന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ അംഗീകരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഹല്ലേലൂയ 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 പറയാണ്. എന്നാൽ ജീവിതത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു കഷ്ടതകൾ, ഒരു ദുഃഖം, ഒരു വേദന, ഒരു അവസ്ഥ എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പറയാൻ പറ്റുന്ന രീതിയിൽ എന്റെ കരങ്ങൾ ഉയരുന്നില്ലെങ്കിൽ, നാവ് തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹവും അഭിഷേകവും എവിടെ കർത്താവ് എനിക്ക് നൽകിയത്? പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഞാൻ നോക്കേണ്ടത്. എന്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ്? യേശു പത്രോസിനോട് ചോദിച്ചില്ലേ, പത്രോസേ, ഇവരെക്കാൾ അധികമായി, ഇവരെക്കാൾ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് ഒരു പ്രാവശ്യം പറഞ്ഞു, കർത്താവേ. 2 പ്രാവശ്യം പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം വീണ്ടും കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് സങ്കടത്തിലായി. പത്രോസ് പറയാണ്, കർത്താവേ, അങ്ങ് എല്ലാം അറിയുന്നു, അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ല, അങ്ങ് ദൈവമാണ്. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് പത്രോസ് ഒരിക്കൽ പറഞ്ഞിരുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, എന്റെ അയലത്തുള്ളവർ പറയാണ്, അവൻ വിശ്വസിക്കുന്നത് ദൈവത്തിലല്ല. അവന് അമേരിക്കയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ജീവിക്കുന്നത്. കർത്താവ് പറയാണ്, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ പറ, നീ എന്ത് പറയുന്നു എന്നെ കുറിച്ച്? ഞാൻ ആരെന്നാ? പ്രിയമുള്ളവരെ, ശിമയോൻ പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. പ്രിയമുള്ളവരെ, പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. പത്രോസിന്റെ അടുത്ത് ഈശോ എന്താ അപ്പോഴും പറഞ്ഞത്? എന്താ കർത്താവ് പറഞ്ഞത്? ഈശോ പറയാണ്, പത്രോസേ, ഇത് നിന്റെ മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, പിന്നെയോ എന്റെ സ്വർഗസ്ഥനായ പിതാവ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ജീവിതത്തിൽ എന്റെ വീഴ്ചകളിലും കുറവുകളിലും ഞാൻ പതറുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ അഭിഷേകം എന്നിൽ നിറയണമെങ്കിൽ എന്റെ കർത്താവിന്റെ മുന്നിൽ വിശ്വസ്തയോടെ നിൽക്കാൻ എനിക്ക് സാധിക്കണം. ആ വിശ്വസ്തത എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്, എന്നെ സഹായിക്കാൻ എന്റെ കൂടെ പഠിച്ചവരുണ്ടോ, എന്റെ ചുറ്റുപാടും താമസിക്കുന്നവരുണ്ടോ, എന്റെ ജോലി മേഖലയിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന്. നിന്റെ ജീവിതത്തിൽ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ട ജീവിതമല്ല ദൈവം നൽകിയിരിക്കുന്നത്. പിന്നെയോ പത്രോസിനോട് എന്താ കർത്താവ് പറഞ്ഞത്? പത്രോസ്, നീ വെള്ളത്തിന് മീതെ നടക്ക, നീ നടന്ന് എൻ്റെ അടുത്തേക്ക് വാ. എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസ്ഥയാണിത്. എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസ്ഥയാണ് കർത്താവിനെ ഉപേക്ഷിച്ചതിന്റെ മേഖല. പ്രിയമുള്ളവരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. പെട്ടെന്ന് എടുത്തേ, ജെറമ്യാ 2:19 എടുത്തേ, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. യെശയ്യാ കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകം ജെറമ്യാ 2:19 വായിച്ചോ. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. കണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ തന്നെ ദുഷ്ടത, നിന്റെ ദൈവത്തെ മറക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസ്ഥയായി മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ഇന്ന് സമ്പത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം, ലൂക്കായുടെ സുവിശേഷം 12:19 മുതൽ വായിക്കാം. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലായോ വചനം?
കർത്താവിന്റെ വചനം പറയുന്നത് കേട്ടോ. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും. അതെ പ്രിയമുള്ളവരെ, 16 മുതലുള്ള വചനത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നതാണ്. നമ്മൾ വായിച്ചില്ലേ? 16 മുതൽ കർത്താവ് ഒരു ഉപമ പറയുന്നു. 17 അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവനും ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അവന് ഇഷ്ടം പോലെ ധാന്യങ്ങളെല്ലാം നിറഞ്ഞ് ഇതൊക്കെ അവന്റെ അറപ്പുരയിലും അവന്റെ പത്തായത്തിലും ഒക്കെ നിറഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും അധികം വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും. എന്താ പറയുന്നത്? ആത്മാവേ, അനേകം വർഷത്തേക്കുള്ളത് വേണ്ടതെല്ലാം നിനക്കായി ഞാൻ സംഭരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ആത്മാവിന് എന്ത് ഭക്ഷണം വേണ്ടത്? ആത്മാവിന് എന്ത് ഭക്ഷണമാണ് വേണ്ടത്? ചോറും കറിയാണോ ആത്മാവിന് വെച്ച് കൊടുക്കേണ്ടത്? ആത്മീയ ഭക്ഷണമാണ് ആത്മാവിന് വേണ്ടത്. എന്താണ് ആത്മീയ ഭക്ഷണം? എന്താണ് ആത്മീയ ഭക്ഷണം എന്ന് പറയുന്നത്? ദൈവഹിതമായി 10 കൽപ്പന അനുസരിച്ചുള്ള നിന്റെ ജീവിതമാണ് കർത്താവിന്റെ ആത്മാവിന് വേണ്ടത്. പ്രിയമുള്ളവരെ, ആത്മാവിനോട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കുന്നുകൂടി, ഞാനിതാ എൻ്റെ ധാന്യപ്പുരയൊക്കെ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഈ ചെറിയ ഭവനം പൊളിച്ചിട്ട് ഇന്ന് അനേകങ്ങൾ ചെയ്യാണ്. വല്ലം പൊളിച്ചു കളഞ്ഞിട്ട് വലിയ ഭവനം, മച്ചിട്ട വലിയ ഭവനം, 2-3 നിലയുള്ള ഭവനം പണിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ആത്മാവിനോട്, ആത്മാവേ, ഇതാ ഞാൻ വലിയ ഭവനം പണിഞ്ഞിരിക്കുന്നു, നീ തിന്നു കുടിച്ച് അർമാദിക്കുക. ഞാനിതാ കറപ്പുറയെല്ലാം നിറയ്ക്കുന്ന രീതിയിൽ ധാന്യം കൊണ്ട് നിറയ്ക്കും. ആത്മാവിനോട്. ആരോടാ പറയുന്നത്? പ്രിയമുള്ളവരെ, അടുത്ത വചനം 20 ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷാ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും കുന്നുകൂട്ടി ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ലോകത്തെല്ലാം വലിയ വീടുകളും മറ്റതും മറിച്ചതും എല്ലാം വാങ്ങി 25 കോടിയുടെയും 50 കോടിയുടെയും $1 മില്യൺ ഒക്കെ രീതിയിലുള്ള കാറുകളും ഒക്കെ എടുത്ത് ഞാൻ പറയണം, ആത്മാവേ, നിനക്ക് സഞ്ചരിക്കാൻ ഇതാ ഏറ്റവും വലിയ വാഹനം, നിനക്ക് ജീവിക്കാൻ ഇതാ 10 നില ബിൽഡിങ്, നിനക്ക് ജീവിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഞാനിതാ അവിടുന്ന് നിനക്ക് വേണ്ടി എല്ലാം പണിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നിന്നോട് പറയാണ്, ദൈവം ഇന്ന് നിന്നോട് പറയാണ്, ബോഷാ, വിഡ്ഢിയായ മനുഷ്യ, ഇന്ന് രാത്രി നീ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി വെച്ചിരിക്കുന്നില്ലേ മുഴുവനും? നിന്റെ സ്വന്തം അധ്വാനം കൊണ്ടാണ്, ഞാൻ നേടിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഞാൻ പഠിച്ചതാണ്, എന്റെ ബുദ്ധിയിൽ ഞാൻ നേടിയതാണെന്ന് നീ പറയുന്നില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, ഇന്ന് രാത്രി അനന്തരം ആത്മാവിനോട് ഞാൻ പറയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നിന്നിൽ നിന്നും ഞാൻ ആവശ്യപ്പെടും. പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ്, ആത്മാവിന് വേണ്ടത് ഈ ലോകത്തിന്റെ സുഖങ്ങളല്ല, ആത്മാവിന് വേണ്ടത് ഈ ലോകത്തിന്റെ ജീവിതങ്ങളല്ല. മറ്റൊരു വ്യക്തിയെ കോപ്പി അടിച്ചുകൊണ്ട് അതുപോലെ ജീവിക്കുവാനും അവൻ ജീവിക്കുന്ന ജീവിത രീതി തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ സഞ്ചരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? ദൈവം എന്തിനാ നിന്നെ വിളിച്ചിരിക്കുന്നത്? പറ, കർത്താവ് എന്തിനാ വിളിച്ചിരിക്കുന്നത്? 1 തിമോഥെയോസിന്റെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ കിട്ടിയോ? വായിച്ചോ മോനെ, കറക്റ്റാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവ് പറയാണ്, നിനക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയാമോ? ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഉള്ളത് കൊണ്ട് ജീവിക്കുന്നവന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ഉള്ളത്? എന്താണുള്ളത്? പ്രിയമുള്ളവരെ, ദൈവം തരുന്നത്, ദൈവം തരുന്നത് ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം ഒരു അനുഗ്രഹമാണെന്ന വചനം പറഞ്ഞിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, വീണ്ടും വായിച്ചേ മോനെ, 7 മുതൽ വായിച്ചേ. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കണ്ടോ, നമ്മളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇത് മൊത്തം ഞാനെങ്ങാണ്ട് കൊണ്ടുവന്നെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വായിച്ച മോനെ അടുത്തത്, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. എന്താ ഓർമ്മപ്പെടുത്തി? എന്താണ്?
വസ്ത്രവും ഭക്ഷണവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. കാരണം എന്റെ ഈ ലോക ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുക്കുന്നതല്ല ദൈവം എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. എന്റെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ലോകത്തിൽ കടന്ന് ഈ ലോക ജീവിതം നയിക്കാനും അതിന്റെ ആവശ്യങ്ങളൊന്നും നമുക്ക് വേണ്ട. കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ജീവിതകാലം മുഴുവനും നിന്നിൽ അഭിഷേകമായി നിലനിൽക്കുവാൻ അല്പ ഭക്ഷണവും അല്പ വസ്ത്രവും മതി എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിനെ ഓർത്ത് പരാതി പറയാനോ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകാനോ നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം എന്താ? നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. വീണ്ടും അടുത്ത വചനം വായിച്ചവനെ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യന്റെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിവദിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, ധനവാനാകണമെന്നൊരു വ്യക്തിയിലേക്ക് ആഗ്രഹം കടന്നു വരുമ്പോൾ ഈ ലോകത്തിലെ സകല പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും എങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവൻ സെർച്ച് ചെയ്യും. അവന് രാത്രിയിൽ പിന്നെ എന്തുണ്ടാവത്തില്ല? ഉറക്കം ഉണ്ടാവത്തില്ല. അവന്റെ ചിന്ത എന്തായിരിക്കും? എനിക്ക് എങ്ങനെ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാം, എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ പോലെ വലിയൊരു സമ്പന്നനാകാം. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ച് ഇവൻ എന്ത് ചെയ്യും? ഇവന് ഉറക്കമില്ലാതാവും. വീണ്ടും 10-ാമത്തെ വചനം പറയുന്നു, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയുടെ അടിസ്ഥാനം. കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്, ഉള്ളത് കൊണ്ട് ജീവിക്കുന്നവന് ദൈവഭക്തി വലിയൊരു അനുഗ്രഹമാണ്. ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതിനെയാണ് ഉള്ളതെന്ന് പറയുന്നത്. അല്ലാതെ ആകാശത്ത് നിന്ന് മന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തു, അവരതിൽ സന്തോഷത്തിന് സമൃദ്ധിയിൽ അവർ ജീവിച്ചു. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്തില്ല? അതെ പ്രിയമുള്ളവരെ, എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? ഇതെടുത്ത് വെച്ചേക്കരുത്. ദൈവമായ കർത്താവ് ആകാശത്ത് നിന്ന് അയച്ച മന്ന അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാളത്തേക്ക് എടുത്ത് വെച്ചേക്കരുത്. അങ്ങനെ ചിലരൊക്കെ അതിമോഹം കൊണ്ട് നാളത്തേക്ക് എന്ത് ചെയ്ത് ദൈവം അറിയാതെ എടുത്തു വെച്ച്. കാരണം ഇവരെ ചിന്ത എന്തായിരുന്നു? ദൈവം ഇതൊന്നും അറിയത്തില്ലല്ലോ എന്ന്. ആ എടുത്തു വെച്ചതൊക്കെ എന്തായി തീർന്നെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്തായി തീർന്ന്? അതൊക്കെ പുഴുക്കളായി ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ അവർ പ്രഭാതം വെച്ച് നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാ? പ്രിയമുള്ള, നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്രായേൽ ജനത്തെ ഈ 40 വർഷ കാലയളവില് ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ തന്റെ ദൈവമായ മിശിഹായ അല്ലാതെ മറ്റൊരു ദൈവമുണ്ടെന്നോ ഭക്ഷണം തരാൻ മറ്റൊരു വ്യക്തിയുണ്ടെന്നോ അവർ ചിന്തിക്കരുതെന്നുള്ളത് സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയായിരുന്നു. കർത്താവിന്റെ ആഗ്രഹമായിരുന്നു അത്. ഇന്ന് നമ്മളോ? എന്റെ ദൈവം എന്നോട് പറയാണ്, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് അനേകങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ പ്രഘോഷിക്കുവാനും എന്റെ ശക്തി എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനുമാണ്. മനസ്സിലായോ? എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? അനേകങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ പ്രസംഗിക്കുവാനും. എന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആരെ ശക്തിയാ? നിന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ശക്തി എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുമാണ്. ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ ഇഷ്ടപ്രകാരം ഓരോ കാര്യം ചെയ്യാനാണോ വിളിച്ചിരിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യണം? എന്റെ വിളി എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. വിളി അനുസരിച്ചായിരിക്കണം. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 11:19, പ്രഭാഷകൻ 11:19 ഒന്ന് വായിക്കാമോ? പ്രഭാഷകൻ 11:19 കിട്ടിയാൽ ഉറച്ചു വായിച്ചേ. 11:19 യെശയ്യായ്ക്ക് മുമ്പ്, ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായ ഈ വചനം വളരെ സിമ്പിൾ ആയിട്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനങ്ങള്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഞാൻ വിശ്രമം കണ്ടെത്തി. ആരാ പറയുന്ന? ഒരു സമ്പത്തൊക്കെ ഇഷ്ടം പോലെ കുന്നുകൂട്ടി, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, എൻ്റെ ഒരു 3 തലമുറയ്ക്ക് തിന്നാനും കുടിക്കാനുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്ത്? ഞാൻ സമ്പാദിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ചില മേഖലകളിൽ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ നീ ഉച്ചത്തിൽ നിലവിളിച്ച് കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് നിന്നോട് തോന്നിയ ഇഷ്ടമാണ് ഇന്ന് നീ ഒരു സമ്പന്നതയുടെ നടുവിലേക്ക് നീ കടന്നു പോകുവാൻ കാരണമായത്. എന്നാൽ സമ്പന്നതയുടെ നടുവിൽ നിന്നപ്പോൾ നീ ആദ്യം തന്നെ ഉപേക്ഷിച്ചത് നിന്റെ ദൈവത്തെയാണ്. മനസ്സിലാവുന്നില്ല അല്ലേ?
ഒരിക്കൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ഒരു സഹോദരി ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച അവളുടെ ജീവിതത്തിൽ, എന്നാൽ അവൾ ആഗ്രഹിച്ചതിനേക്കാൾ കർത്താവ് എന്ത് ചെയ്ത് അനുഗ്രഹിച്ച അവളെ. അനുഗ്രഹം കുന്നുകൂടിയപ്പോൾ അവള് തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഇനി ബ്രദറിനെ ഒന്നും എനിക്ക് വിളിക്കാനായിട്ട് ഇനി സമയമില്ല. കാരണം ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ മാസം തോറും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ദശാംശമൊക്കെ എന്ത് ചെയ്യണം, ബ്രദറിന് കൊടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രദറിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, അകന്നു പോകുന്നത് തന്നെയാണ്. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവള് തന്നെ അത് വർക്കൗട്ട് ആക്കി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പ് തന്നെ എന്ത് ചെയ്ത് നമ്മളൊക്കെ അത് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്ന്, അതുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ ഞാൻ തന്നെ ആദ്യം അങ്ങോട്ട് പറഞ്ഞു, ഇനി മേലിൽ എന്നെ വിളിക്കുക പോലും ചെയ്യരുത്. പ്രിയമുള്ളവര്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടാണ് നീ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നിന്നോടെല്ലാം വെളിപ്പെടുത്തി തരും. കാരണം നിന്നെ നയിക്കുന്നത് നീ പ്രാർത്ഥിച്ച ഒരു വ്യക്തി പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, നിന്നെ പ്രാർത്ഥിക്കാൻ ആരാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവാണ്. നീ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് എനിക്കെന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടോ ഞാനൊരു വലിയൊരു സംഭവം ആയതുകൊണ്ടോ അല്ല, ഒരിക്കലും അല്ല. പിന്നെയോ എന്റെ ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിച്ചത് കർത്താവിനോട് ആ വ്യക്തിയോടൊരു ഇഷ്ടം ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് കർത്താവ് അവളെ അനുഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവനെ അനുഗ്രഹിച്ചത്. എന്നാൽ എന്നിലൂടെ കർത്താവ് അത് ചെയ്തെങ്കിൽ എന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ് ഈ വ്യക്തികളൊക്കെ അനുഗ്രഹിക്കാൻ. പ്രിയമുള്ളവരെ, ഋജുവേദിയിലായിരുന്ന പൗലോസ്ലീഹായെ, അവിടുന്ന് സാവൂൾ ആയിരുന്നപ്പോൾ, ഋജുവേദിയിലായിരുന്നപ്പോൾ അനനിയാസ് എന്ന് പറയുന്ന ഒരു അപ്പസ്തോലനെയാണ് കർത്താവായ ദൈവം അവന്റെ കണ്ണുകൾ തുറക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ വിളിക്കും. അപ്പോൾ ഇതാ കർത്താവ് നിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ അങ്ങ് പോയാൽ മാത്രം മതി. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ദൈവം നൽകിയത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചിന്തിക്കാനായിട്ട് എനിക്കൊന്നും ഇല്ല, എനിക്കൊന്നുമില്ല. കാരണം ഞാൻ വേറും ആരാ? ഞാൻ വേറും സീറോയാണ്. പ്രിയമുള്ളവർ, ഈ ഒരു ബോധ്യം എന്നിൽ ഉണ്ടായിരിക്കണം, ഞാനൊരു സീറോയാണെന്നുള്ളത്. സീറോയാണെങ്കിൽ മാത്രമേ ദൈവം എന്നെ വിളിക്കൂ. കർത്താവ് വിളിച്ചത് കഴുതയാണ്. എന്തിനാ കഴുത വിളിച്ചത് ഈശോ? എന്തിനാ? കഴുതയ്ക്ക് അഹങ്കാരമില്ല. കഴുത അഹങ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഹങ്കാരമില്ലാത്തൊരു മൃഗമാണ് കഴുത. അഹങ്കരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ചിതറിച്ച് കളയുന്ന ബൈബിൾ പറയുന്നത്. അഹങ്കരിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. എന്നെ കർത്താവിന് വിളിച്ചു, ഞാനിപ്പോൾ ഒരു രോഗിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, ആ രോഗി സുഖപ്പെട്ടെങ്കിൽ എനിക്കതിനകത്ത് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്താ? ഞാൻ അഹങ്കരിച്ചാൽ എന്നേക്കാൾ കഴിവും യോഗ്യതയുമുള്ള ആയിരക്കണക്കിന് പേരെവിടെ നിൽപ്പുണ്ട്. ഏലിയായോട് കർത്താവ് ചോദിച്ചു, ഏലിയ, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഏലിയ എന്താ പറഞ്ഞ? കർത്താവേ, ഞാനല്ലാതെ മറ്റാരും ഇല്ല, മറ്റാരുമില്ല. എല്ലാവരും എന്ത് ചെയ്ത് അവിടുന്ന് അവർ കൊന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം എന്താ പറഞ്ഞത്? ദൈവം ഏലിയാട് പറയാണ്, ഏലിയ, നീ ഭയപ്പെടേണ്ട, എന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, എന്നെ ആരാധിക്കുവാൻ 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വന്ന അനേകങ്ങൾ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നോ ഞാൻ ചെയ്തത് കൊണ്ടാണെന്നോ അഹങ്കാരം പറയാൻ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. കാരണം ഞാനല്ലെങ്കിൽ വേറൊരു വ്യക്തി കർത്താവ് എന്ത് ചെയ്യും? മെടുക്കനായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ദൈവത്തിനുണ്ടല്ലേ? ഉണ്ട്. അവിടുന്ന് ഏലിയായിക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവ് ആരെ തെരഞ്ഞെടുത്തത്? കാക്ക ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? തട്ടിപ്പറിക്കുന്ന സ്വഭാവമാണ് കാക്കയ്ക്ക്. എന്നാൽ ഇതാ പ്രവാചകൻ വിശന്നപ്പോൾ ദൈവമായ കർത്താവ് കാക്കയോട് പറഞ്ഞ്, എന്റെ ദാസനിതാ കെറുവത്ത് നദിയുടെ തീരത്തിരിപ്പുണ്ട്, ഈ ചൂട് ഉപ്പും കൊണ്ടുകൊടുത്ത് കാക്ക. ആരാ പറഞ്ഞത്? ഈശോ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച്. എന്നാൽ എന്റെ ജീവിതത്തിലെ ഈ അവസ്ഥകളിൽ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും അവളെ ആശ്രയിക്കരുത്, ഞാനാണ് നിന്നെ നയിക്കുന്നത്, എന്നെയാണ് നീ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ നോക്കുമ്പം പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത വന്നു. എന്ത് ചിന്ത? എന്താ? ഇനിയും ഇങ്ങനെ സഹകരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ദശാംശവും കാര്യങ്ങളൊക്കെ എൻ്റെ ബ്രദർ ചോദിക്കുകയും കൊടുക്കുകയൊക്കെ ഞാൻ വേണം, ഇത്രയും കൊടുത്തോണ്ടിരിക്കുന്ന ഇനിയും കൂടുതൽ. അപ്പൊ അതിനകത്ത് ഒരു കുറവ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതൊക്കെ അങ്ങ് സഹകരണം നിർത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാൽ കർത്താവായി ദൈവം അതിന് മുമ്പ് തന്നെ നമ്മളോട് എന്ത് പറഞ്ഞു? നമ്മൾ വെളിപ്പെടുത്തി തന്നു, നീ ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം
നിർത്തിക്കോളാൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം അനുസരിച്ച് തമ്പുരാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും സർവശക്തനായ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആലോചിച്ച് നോക്കിയേ, ദാവീദ് തന്റെ മകനിൽ നിന്നും ഓടി രക്ഷപ്പെടുക. കാരണം എന്താ? മകൻ സ്വന്തമായി രാജസ്ഥാനം ഏറ്റെടുത്ത് ദാവീദിനെ കൊന്നുകളയാനായിട്ട് അവൻ തീരുമാനിച്ചു. അവരെല്ലാവരും ദാവീദിനെ തിരക്കിടക്കുക. പ്രിയമുള്ളവരെ, ദാവീദിനെ ആരാ തെരഞ്ഞെടുത്തത്? ദൈവമാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, ഞാൻ വിശ്രമം കണ്ടെത്തി എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവർ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ ഇനി എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. മനസ്സിലായോ? നീ ലോകത്ത് ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വലിയ ബംഗ്ലാവും വീടും ഒക്കെ മേടിച്ചിട്ട് നീ ഭയങ്കര രീതിയിൽ സമ്പാദിച്ച് ദൈവത്തിൽ നിന്നകന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയൊക്കെ ഉപേക്ഷിച്ച് ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി പറയാണ്, ഞാനിതാ വിശ്രമം കണ്ടെത്തി എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും. എനിക്കിപ്പോ ഇഷ്ടംപോലെ സമ്പത്തായി, വലിയ ജോലിയിലൂടെയൊക്കെ. ഇനി എനിക്ക് ആരുടെയും ബ്രദറിന്റെയും പ്രാർത്ഥന വേണ്ട, അച്ഛന്റെയും പ്രാർത്ഥന വേണ്ട, ആരുടെയും പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ? ഞാൻ വലിയ സമ്പത്ത് കണ്ടെത്തി, അതെന്നെ ജീവിക്കാൻ അനുവദിക്കും. പ്രിയമുള്ളവരുടെ വചനം പറയുന്നിട്ടാ, എല്ലാം വെടിഞ്ഞ് സകലതും നഷ്ടമായി സമസ്തവും നഷ്ടപ്പെട്ട് ഈ ലോകം വിടാൻ എത്ര നേരം ഉണ്ടെന്ന് അവൻ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയാം. നമ്മളങ്ങ് മത്സരിക്കല്ലേ? എന്തിനു വേണ്ടിയാ മത്സരിക്കുന്ന? സമ്പത്തിന് വേണ്ടി. സകലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ഓടുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 39:6. സങ്കീർത്തനം 39:6. പെട്ടെന്ന് സങ്കീർത്തന പുസ്തകം നടുക്കാണ്, ഏറ്റവും നടുക്കാണ്. അതിന്റെ 39:6 വായിക്കാമോ? കിട്ടിയൊരു വായിച്ച ഉച്ചത്തിൽ. മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നത് ആരനുഭവിക്കുമെന്നാൽ അവൻ അറിയുന്നില്ല. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വചനം കേട്ടോ. സങ്കീർത്തനം 39:6 പറയാണ്, മനുഷ്യൻ നിഴൽ മാത്രമാണ്. ഒരു നിഴല് മാത്രമേ ഉള്ളൂ മനുഷ്യൻ. അവന്റെ ബദ്ധപ്പാട് വെറുതെയാണെന്നാ പറയുന്നത്. അവന്റെ ബദ്ധപ്പാട് എങ്ങനെയാ? വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, പക്ഷെ ഇത് ആരനുഭവിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നത്, എനിക്കൊരു ജോലിയൊക്കെ ഉണ്ട്, ഞാൻ വലിയ രീതിയിലാണെങ്കിൽ ഞാൻ സമ്പാദിച്ചു കൂട്ടുന്നത് കൊണ്ട് എന്ത് നേടാൻ പറ്റുമെന്ന് എനിക്കറിയാമോ? എനിക്ക് പറയാൻ പറ്റുമോ? നാളെ ഞാൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? പ്രിയമുള്ളവരെ, ആ മനുഷ്യനായ ഞാൻ എന്ത് ചെയ്യുന്ന? സകലതും സമ്പാദിച്ചു കൂട്ടുക. എന്തിനു വേണ്ടിയാ? എന്റെ തലമുറ അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വചനത്തിൽ പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കൂ, അവിടെ തുരുമ്പും കീടങ്ങളും എന്ത് ചെയ്യില്ല? അവ നശിപ്പിക്കുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ്, നീ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അതെല്ലാം നേടുവാനായി ദൈവത്തിന്റെ കൃപ നിന്നിലുണ്ട്. ദൈവം നൽകുന്ന അനുഗ്രഹത്തിലൂടെയാണ്, ദൈവം നൽകുന്ന ബുദ്ധിയിലൂടെയാണ്, ജ്ഞാനത്തിലൂടെയാണ് നീ സകലത്തിലേക്കും കടന്നു പോകുന്നത്. എന്നാൽ സകലതും സമ്പാദിച്ചു കഴിയുമ്പോൾ നീ കർത്താവിൽ നിന്ന് എന്ത് ചെയ്യാണ്? അകന്നു പോവുകയാണ്. ദൈവത്തെ നീ തള്ളി പറയുകയാണ്. കർത്താവിനെ നീ അംഗീകരിക്കുന്നതിന് പോരായ്മയായി കാണുകയാണ്. കർത്താവ് പറയാണ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നിക്ഷേപം എവിടെ കരുതണമെന്നാ? സ്വർഗത്തില്. നിങ്ങൾ സ്വർഗത്തിൽ. പ്രിയമുള്ളവർ, എങ്ങനെ ഈ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നത്? അവിടുത്തെ അക്കൗണ്ട് നമ്പർ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ? എങ്ങനെയാ സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപം കരുതുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നത് 10 പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം. മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എനിക്ക് കരുണ കാണിക്കാൻ എനിക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി ആദ്യമായി ജ്ഞാനസ്നാനം നൽകിയ, വിശുദ്ധ കുർബാന നൽകിയ, എനിക്ക് വചനം പറഞ്ഞു തന്ന, എന്റെ തലയിൽ കരങ്ങൾ വെച്ച വൈദികരെയും അൽമായരെയും ഒക്കെ ഞാൻ എന്ത് ചെയ്യണം? അവരെയൊക്കെ പോയി കാണണം. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അവരെയൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ ഒരു ഓഹരി കൊടുത്ത് അവരെയൊക്കെ സഹായിക്കണം. പ്രിയമുള്ളവരെ, നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ നീ വലിയ അനുഗ്രഹമായി മാറുമ്പോൾ, നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി അനുഗ്രഹമില്ലാത്ത അവസ്ഥയിലൂടെ ഈ ഭൂമിയില് ദുഃഖത്തിലും വേദനയിലും കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നിനക്ക് കാണേണ്ടി വന്നാൽ അതിന് നീ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് പറയേണ്ടി വരും. കാരണം എന്താ? ദൈവമായ കർത്താവ് ഈ വ്യക്തിയിലൂടെയാണ് നിന്നെ എന്ത് ചെയ്തത്? അനുഗ്രഹിച്ചത്.